കഥ എന്നും നീ മാത്രം. അവൾ വിവാഹം കഴിച്ചു. പക്ഷേ അവസാനമായി അയച്ച മെസ്സേജ് എൻ്റെ ജീവിതം മാറ്റിമറിച്ചു. മഴ പെയ്യുന്ന ഒരു വൈകുന്നേരമായിരുന്നു. അബി ബസ് സ്റ്റാൻഡിലെ ബെഞ്ചിലിരുന്ന് പഴയ ഫോണിലെ ഫോട്ടോകൾ നോക്കുകയായിരുന്നു. ഓരോ ചിത്രത്തിലും ഒരു മുഖം മാത്രം, മീര. കോളേജിലെ ആദ്യ ദിവസം മുതൽ ജീവിതത്തിൻ്റെ ഓരോ സ്വപ്നത്തിലും കൂടെയുണ്ടായിരുന്ന പെൺകുട്ടി. 5 വർഷം അവർ പ്രണയിച്ചു. ഒരുമിച്ച് ചായ കുടിച്ചു, മഴ നനഞ്ഞു, ഭാവിയെക്കുറിച്ച് സ്വപ്നം കണ്ടു. നമ്മൾ ഒരിക്കലും പിരിയില്ലല്ലേ? ഒരു ദിവസം മീര ചോദിച്ചു. അബി അവളുടെ കൈ പിടിച്ച് പറഞ്ഞു, മരണം വന്നാലും നിന്നെ ഞാൻ വിടില്ല. പക്ഷേ ജീവിതം ചില വാക്കുകളെ പരീക്ഷിക്കും. കോളേജ് കഴിഞ്ഞപ്പോൾ അബിക്ക് ജോലി കിട്ടിയില്ല. വീട്ടിൽ കടം, അമ്മയുടെ അസുഖം. ഓരോ ദിവസവും അവൻ ജോലി തേടി നടന്നു. മീര എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. ജോലി കിട്ടും, ഞാൻ കാത്തിരിക്കാം, അവൾ പറയുമായിരുന്നു. പക്ഷേ വീട്ടുകാർക്ക് ആ കാത്തിരിപ്പ് ഇഷ്ടമായില്ല. ജോലിയില്ലാത്ത ഒരാളെ വിവാഹം കഴിക്കാനാവില്ല, അവളുടെ അച്ഛൻ പറഞ്ഞു. മീര എതിർത്തു, കരഞ്ഞു. പക്ഷേ അവസാനം കുടുംബത്തിനു മുന്നിൽ അവൾ തോറ്റു. ഒരു രാത്രി അബിക്കൊരു മെസ്സേജ് വന്നു. എന്നെ മറക്കണം, വീട്ടുകാർ എൻ്റെ വിവാഹം ഉറപ്പിച്ചു. ആ മെസ്സേജ് വായിച്ചപ്പോൾ അവൻ്റെ ലോകം നിശ്ചലമായി. അവൻ വിളിച്ചു, പക്ഷേ മീര ഫോൺ എടുത്തില്ല. അടുത്ത മാസം അവളുടെ വിവാഹമായിരുന്നു. അബി പോയില്ല, പോകാൻ മനസ്സില്ലായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. അവൻ ഒരു ചെറിയ കമ്പനിയിൽ ജോലി കിട്ടി. പതിയെ ജീവിതം മുന്നോട്ട് പോയി. പക്ഷേ മീരയുടെ ഓർമ്മകൾ മാത്രം പോയില്ല. 3 വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം രാത്രി അറിയാത്ത നമ്പറിൽ നിന്ന് ഒരു മെസ്സേജ്. സുഖമാണോ? അബി മറുപടി നൽകി. ആരാണ്? കുറച്ചു കഴിഞ്ഞ് റിപ്ലൈ വന്നു. ഞാൻ മീര. അവൻ്റെ കൈകൾ വിറച്ചു. എങ്ങനെയുണ്ട്? സുഖമാണ്. നീ സന്തോഷവതിയാണോ? കുറച്ചു നേരം റിപ്ലൈ ഉണ്ടായില്ല. പിന്നെ ഒരു മെസ്സേജ് മാത്രം. എല്ലാവരും കാണുന്ന പുഞ്ചിരിയും മനസ്സിലെ സന്തോഷവും ഒരുപോലെയല്ല. അബിക്കെന്തോ വേദന തോന്നി. അവർ കുറച്ചു നേരം സംസാരിച്ചു. സംസാരം അവസാനിക്കുന്നതിന് മുമ്പ് മീര ഒരു കാര്യം പറഞ്ഞു. നാളെ രാവിലെ ഒരു മെസ്സേജ് അയക്കും, അത് വായിച്ചാൽ മതി. അടുത്ത ദിവസം രാവിലെ 7 മണി. ഫോണിൽ ഒരു മെസ്സേജ്. അബി, നിന്നെ മറക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ കഴിഞ്ഞില്ല. നിന്നെ വിവാഹം കഴിക്കാതിരുന്നത് എൻ്റെ തോൽവിയല്ല, എൻ്റെ സാഹചര്യമായിരുന്നു. എന്നെ വെറുക്കരുത്, കാരണം ഞാൻ ഇന്നും നിന്നെ പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട്. നീ ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളിലെത്തണം. ഒരിക്കലെങ്കിലും എൻ്റെ ഓർമ്മ വന്നാൽ കരയരുത്, ചിരിക്കണം, കാരണം നിൻ്റെ ചിരിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ആ മെസ്സേജ് വായിച്ചപ്പോൾ അബിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൻ മറുപടി ടൈപ്പ് ചെയ്തു. പക്ഷേ അയക്കുന്നതിന് മുമ്പ് തന്നെ ആ നമ്പർ ഓഫായി. അതിനുശേഷം മീരയെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചില്ല. 5 വർഷങ്ങൾ കൂടി കടന്നുപോയി. ഒരു ദിവസം അബി തൻ്റെ ഭാര്യയോടും കുഞ്ഞിനോടും കൂടി ഒരു പാർക്കിലിരിക്കുകയായിരുന്നു. അപ്പോൾ അല്പം ദൂരെ ഒരു സ്ത്രീ, കൂടെ ചെറിയൊരു പെൺകുട്ടി. അത് മീരയായിരുന്നു. ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ ഇടക്കി. ഒരു നിമിഷം പഴയ ഓർമ്മകളെല്ലാം തിരികെ എത്തി. പക്ഷേ ആരും ഒന്നും പറഞ്ഞില്ല. മീര ദൂരെ നിന്ന് ഒരു പുഞ്ചിരി മാത്രം സമ്മാനിച്ചു. അബിയും പുഞ്ചിരിച്ചു. അവർ രണ്ടുപേരും മനസ്സിലാക്കിയിരുന്നു, ചില പ്രണയങ്ങൾ ഒന്നിക്കാനല്ല, ജീവിതം മുഴുവൻ മനസ്സിൽ നല്ല ഒരു ഓർമ്മയായി നിലനിൽക്കാനാണ്. അവസാനം ഒരു യഥാർത്ഥ പ്രണയം എന്നത് ഒരുമിച്ച് ജീവിക്കുന്നതിൽ മാത്രമല്ല, ഒരുമിച്ച് പിരിഞ്ഞിട്ടും പരസ്പരം നന്മ മാത്രം ആഗ്രഹിക്കുന്ന ഹൃദയങ്ങളിലാണ്. ചില ആളുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകും, പക്ഷേ അവരുടെ സ്നേഹം ഒരിക്കലും പോകില്ല.